മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും മഹത്തരവുമായ ഒരു യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ച അത്ഭുത യാത്രയായാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ യാത്രയെ പ്രധാനമായും 2 ഘട്ടങ്ങളായി തിരിക്കാം. 1. ഇസ്രാ, രാപ്രയാണം. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാത്രി യാത്രയാണിത്. ബുറാഖ് എന്നു പേരുള്ള പ്രത്യേക വാഹനത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര നടത്തിയത്. അവിടെ എത്തിയ ശേഷം അദ്ദേഹം മറ്റ് പ്രവാചകന്മാർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു. 2. മിഅ്റാജ്, ആകാശാരോഹണം. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കുള്ള യാത്രയാണിത്. ഈ യാത്രയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ആകാശങ്ങളിൽ വെച്ച് മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ സിദ്റത്തുൽ മുൻതഹ എന്ന അതിരുകൾക്കപ്പുറം അള്ളാഹുവുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. ഈ യാത്രയുടെ പ്രാധാന്യം. നിസ്കാരം. ഇസ്ലാമിലെ നിർബന്ധ കർമ്മമായ 5 നേരത്തെ നിസ്കാരം മുസ്ലിങ്ങൾക്ക് ലഭിച്ചത് ഈ മിഅ്റാജ് യാത്രയിലൂടെയാണ്. വിശ്വാസത്തിന്റെ പരീക്ഷണം. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്ന ഈ കാര്യം വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒന്നായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഇത് കേട്ട ഉടനെ വിശ്വസിച്ചു. പ്രവാചക ജീവിതത്തിലെ വലിയ വിഷമഘട്ടങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പത്നി ഖദീജ ബീവിയും അമ്മാവൻ അബൂ ത്വാലിബും മരണപ്പെട്ട വർഷം അള്ളാഹു നൽകിയ ഒരു വലിയ ആശ്വാസമായിരുന്നു ഈ യാത്ര. ഹിജ്റയുടെ 1 വർഷം മുൻപ് റജബ് മാസം 27-ാം രാവിനാണ് ഈ സംഭവം നടന്നതെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മിഅ്റാജ് സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് റജബ് മാസം 27-ാം തീയതിയാണ് സാധാരണയായി വിശ്വാസികൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുള്ളത്. മിഅ്റാജ് നോമ്പ് ദിവസം റജബ് മാസം 27-ാം തീയതിയാണ് പ്രധാനമായും ഈ നോമ്പ് നോൽക്കുന്നത്. നിയ്യത്ത്. റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പിനെ അള്ളാഹുവിനു വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്നാണ് ഇതിന്റെ കരുത്ത്. നിയ്യത്ത്. മറ്റു ദിവസങ്ങൾ. റജബ് മാസത്തിൽ മൊത്തമായി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് പുണ്യകരമാണ്. പ്രത്യേകിച്ചും തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദ് ദിവസങ്ങളിലും നോമ്പ് നോൽക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നോമ്പിന്റെ പ്രതിഫലങ്ങൾ. ഇസ്ലാമിക പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളും റജബ് മാസത്തിലെയും മിഅ്റാജ് ദിനത്തിലെയും നോമ്പിന് വലിയ പ്രതിഫലങ്ങൾ വിവരിക്കുന്നുണ്ട്. 1. പാപമോചനം. ആത്മാർത്ഥമായി അനുഷ്ഠിക്കുന്ന സുന്നത്ത് നോമ്പുകൾ മുൻകഴിഞ്ഞുപോയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2. റജബ് മാസത്തിന്റെ മഹത്വം. നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ഷഅബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. അതിനാൽ അള്ളാഹുവിന്റെ മാസമായ റജബിലെ നോമ്പിന് പ്രത്യേക സ്ഥാനമുണ്ട്. 3. പരലോകത്തെ തണൽ. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് നോമ്പെടുക്കുന്നവർക്ക് പരലോകത്ത് പ്രത്യേക പദവികൾ ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. 4. പ്രാർത്ഥനയ്ക്ക് ഉത്തരം. നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനകൾ അള്ളാഹു തള്ളിക്കളയുകയില്ല. ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാനും ആഗ്രഹങ്ങൾ സഫലമാകാനും ഈ സമയം ഉപയോഗപ്പെടുത്താം. മിഅ്റാജ് ദിനത്തിലെയും റജബ് 27 റജബ് മാസത്തിലെയും നോമ്പിന്റെ പുണ്യങ്ങളെയും പ്രതിഫലങ്ങളെയും കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളും വിവരിക്കുന്ന പ്രധാന കാര്യങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു ആദരവായ മിഅ്റാജിനെ അനുസ്മരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മിഅ്റാജ് നോമ്പിന്റെ പ്രധാന പുണ്യങ്ങൾ. വർഷങ്ങളുടെ പ്രതിഫലം. ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റജബ് 27-ന് നോമ്പനുഷ്ഠിക്കുന്നത് 60 മാസത്തെ 5 വർഷം നോമ്പിന് തുല്യമായ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. പാപമോചനം. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിയെടുക്കുന്ന ഇത്തരം സുന്നത്ത് നോമ്പുകൾ മനുഷ്യരുടെ മുൻകാല പാപങ്ങൾ മായ്ക്കപ്പെടാൻ കാരണമാകുന്നു. നരകമോചനം. റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നവർക്ക് നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുമെന്നും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും പല പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നു. വിശിഷ്ടമായ പാനീയം. സ്വർഗത്തിൽ റജബ് എന്ന് പേരുള്ള ഒരു നദിയുണ്ടെന്നും പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ആ നദിയിലെ വെള്ളം റജബ് മാസത്തിൽ നോമ്പെടുത്തവർക്ക് ലഭിക്കുമെന്നും ഹദീസുകളിൽ പരാമർശമുണ്ട്. റജബ് മാസത്തിന്റെ പ്രത്യേകതകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. 1. അള്ളാഹുവിന്റെ മാസം. റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോടടുക്കാനും ആരാധനകളിൽ മുഴുകാനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. 2. യുദ്ധം നിഷിദ്ധമായ മാസം. ഇസ്ലാമിലെ ആദരിക്കപ്പെട്ട അഷ്ഹുറുൽ ഹുറും 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. 3. റമളാനിലേക്കുള്ള തയ്യാറെടുപ്പ്. റമളാൻ മാസത്തെ സ്വീകരിക്കാൻ വിശ്വാസികളെ മാനസികമായും ശാരീരികമായും ഒരുക്കിയെടുക്കുന്ന മാസമാണിത്. പണ്ഡിതന്മാർ പറയും, റജബ് വിതയ്ക്കാനുള്ള മാസമാണ്, ഷഅബാൻ നനയ്ക്കാനുള്ള മാസമാണ്, റമളാൻ കൊയ്തെടുക്കാനുള്ള മാസവുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള നന്ദിയും പ്രകടിപ്പിക്കാനാണ് വിശ്വാസികൾ ഈ ദിനം നോമ്പെടുക്കുന്നത്. മിഅ്റാജ് ദിനത്തിലും റജബ് 27 റജബ് മാസത്തിലും
വിശ്വാസികൾക്ക് പതിവാക്കാവുന്ന ചില പ്രധാന ദുആകളും ദിക്റുകളും താഴെ നൽകുന്നു. പ്രത്യേകിച്ചും നോമ്പെടുക്കുന്നവർക്ക് ഇവ ഏറെ പുണ്യകരമാണ്. 1. റജബ് മാസത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയ ദുആ. റജബ് മാസം തുടങ്ങിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന അധികമായി നിർവഹിക്കുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ. അർത്ഥം: അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത്, അനുഗ്രഹം നൽകണമേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ. 2. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്ത് അധികമായി ചൊല്ലുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവെ കണ്ടുമുട്ടിയ മഹാസംഭവം നടന്ന ദിനമായതിനാൽ സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. തൗഹീദിന്റെ കലിമ ചൊല്ലുന്നത് വിശ്വാസം പുതുക്കാൻ സഹായിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പാപമോചനത്തിനായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. 3. മിഅറാജ് രാത്രിയിലെ പ്രത്യേക പ്രാർത്ഥന. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകാശലോകത്തേക്കുയർത്തി നീ ആദരിച്ച ഈ പുണ്യദിനത്തിന്റെ ബർക്കത്തുകൊണ്ട് എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ. പ്രയാസങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകുകയും ദുനിയാവിലും പരലോകത്തും നിന്റെ ഇഷ്ടദാസന്മാരിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മറ്റ് ചില കാര്യങ്ങൾ കൂടി. 1. തസ്ബീഹ് നിസ്കാരം. മിഅറാജ് രാവിൽ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നത് ഉത്തമമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. 2. ഖുർആൻ പാരായണം. സൂറത്തുൽ ഇസ്രാ. പ്രവാചകന്റെ രാത്രി യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം പാരായണം ചെയ്യുന്നതും അതിന്റെ അർത്ഥം ചിന്തിക്കുന്നതും ഈ ദിവസത്തിന് അനുയോജ്യമാണ്. 3. സ്വതക്ക. ഈ പുണ്യദിനത്തിൽ സാധുക്കൾക്ക് ദാനം, സ്വതക്ക നൽകുന്നത് പ്രതിഫലം വർദ്ധിപ്പിക്കും.